ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ചൂരിദാറിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ഈ ഒരു ചൂരിദാർ കട്ട് ചെയ്തെടുക്കുന്ന അളവ് വെച്ച് കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ഇതിന് നേരെ മുന്നേ ഉള്ള വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ മാർക്കിംഗ് ഒക്കെ നമ്മൾ കട്ടിങ് സമയത്ത് തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്, ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആദ്യം നമ്മുടെ ഈ ഒരു പീസിനെ, നമ്മുടെ ഫ്രണ്ട് പീസിനെ ഇവിടെ നിന്ന്, ഇത് നമ്മുടെ ഫ്രണ്ട് പീസാണ്, ഇത് നമ്മുടെ ബാക്ക് പീസാണ്. 3.5 ഇഞ്ചാണ് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത്. അതുപോലെ തന്നെ വൈഡ് നമ്മൾ 6 ഇഞ്ചാണ് ടോട്ടൽ. അപ്പോൾ അതിൻ്റെ നേർപകുതി 3 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു. അപ്പോൾ 3.5 ഇഞ്ചാണ് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത്. അപ്പോൾ ടോട്ടൽ നമ്മളതൊരു 4 ഇഞ്ച് കണ്ടോ, 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ ഭാഗത്ത് തുന്നത്തുണിക്ക് വേണ്ടി വേണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞ് ഇവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നു കണ്ടോ, ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ മടക്കി നമ്മുടെ കഴുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി, നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇതുപോലെ മടക്കി നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ ഇവിടെ കറക്റ്റ് നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ബോഡി പാർട്ട് മടക്കി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതുപോലെ മടക്കി വെച്ച് ഇനി നമ്മൾ ഇവിടെ ഈ ഒരു നെക്ക് കട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഒരു 4 ഇഞ്ച് തുന്നത്തുണി കൊടുക്കണം കേട്ടോ. നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള തുന്നത്തുണി ഒരു 4 ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കുക കണ്ടോ. ഈ ഒരു മാർക്കിൽ കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മളിവിടെ നമ്മുടെ ബാക്ക് പീസിനെ എടുത്ത് മാറ്റുന്നു. ഇവിടെ നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ട് ഈ ഒരു റൗണ്ട് പീസിന് നമ്മളിവിടെ ഒരു 1.5 ഇഞ്ച് വിട്ട് നമ്മൾ ഇതുപോലെ മാർക്കിങ് കൊടുക്കുക. നമ്മുടെ ബാക്ക് നെക്ക് തയ്ക്കുവാൻ വേണ്ടിയാണ് 1.5 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ കൂടി നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. നമ്മുടെ ബാക്ക് നെക്ക് തയ്ക്കുവാൻ വേണ്ടിയുള്ള തുണിയാണിത്. നമ്മൾ ഇവിടെ സൈഡിൽ കൂടി ഒരു ഫോൾഡിങ് ഉണ്ടോ, ഒരു മടക്കി ഇങ്ങനെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇത് നമ്മുടെ ബാക്ക് പീസിൻ്റെ ഉൾവശമാണിത് കേട്ടോ. നമ്മൾ നല്ല വശം നമ്മൾ ഇതുപോലെ മുകളിൽ വെച്ച് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത പീസിനെ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മുടെ നെക്കിന് കറക്റ്റായി വെച്ച് കൊടുത്ത് നമ്മൾ ഇവിടെ നമുക്കൊരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ നമ്മൾ ഇതുപോലെ നെക്ക് ഇവിടെ ഇങ്ങനെ റൗണ്ടിൽ തയ്ച്ചെടുക്കുക കണ്ടോ. ഇതുപോലെ റൗണ്ടിൽ ഇതുപോലെ തയ്ച്ചെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെയൊക്കെ ചെറിയൊരു കട്ടിങ് കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല വൃത്തിയോടുകൂടി മറിഞ്ഞ് കിട്ടുകയുള്ളൂ കേട്ടോ. ഇതുപോലെ ചെറിയ കട്ടിങ് കൊടുക്കുന്നു. നല്ലവണ്ണം നഖം വലിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു പീസ് നമ്മൾ നെക്കിൻ്റെ പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ട് നെക്കാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ നമ്മുടെ കട്ടിങ് സമയത്ത് നമ്മുടെ ബോഡി അളവിൻ്റെ മാർക്കിങ് നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെയ്ത മാർക്കിൽ കൂടി നമ്മളൊന്ന് ചോക്ക് കൊണ്ട് ഒരു വരയിൽ കൂടി ഒന്നുകൂടി വരഞ്ഞു കൊടുത്ത് നമ്മളിതിൻ്റെ നമ്മുടെ രണ്ടാമത്തെ സൈഡിലേക്ക് ഇതുപോലെ മടക്കി കറക്റ്റ് വെച്ച് കൊടുക്കണം. നമ്മുടെ സ്റ്റിച്ചിൻ്റെ ഓപ്പണിൻ്റെ ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ ആം ഹോളിൻ്റെ അവിടെയുള്ള മാർക്കിംഗ് ഒക്കെ കറക്റ്റ് വെച്ച് ഇതുപോലെ തട്ടിക്കൊടുത്താൽ നമുക്ക് കണ്ടോ, നമ്മുടെ ആ ഒരു ചോക്കിൻ്റെ മാർക്കിംഗ് നമ്മുടെ രണ്ടാമത്തെ സൈഡിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തയ്ക്കുന്ന സമയത്ത് എളുപ്പമാണ്. ഇതുപോലെ മാർക്ക് കിട്ടിയാൽ നമുക്ക് ബോഡി അളവ് ചെക്ക് ചെയ്യേണ്ടി പോലും വരില്ല. കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു മാർക്കിങ് കിട്ടിയാൽ. ഇനി നമ്മൾ ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ സെൻറ്റർ ഭാഗമാണിത്, സെൻറ്റർ ഭാഗം. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്യുന്നത് നമ്മൾ കാണിച്ചു വന്നിട്ടുണ്ട് വീഡിയോയിൽ. ഇനി നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്ത പീസിൻ്റെ ഷോൾഡർ ഭാഗത്ത് കറക്റ്റ് മാർക്ക് ചെയ്ത് എക്സ്ട്രാ വരുന്ന പീസുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നു. നമുക്കിവിടെ ഇതുപോലെയാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് തയ്ക്കുവാൻ വേണ്ടി നമ്മൾ ഈ ഒരു സൈഡ് കണ്ടോ, ഈ ഒരു സൈഡിൽ നമുക്ക് കൂടുതൽ തുന്നത്തുണിയുണ്ട്, അതൊക്കെ ഒന്ന് കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റി നമ്മളിതിനെ ഈ ഒരു സൈഡ് ഈ ഒരു ക്യാൻവാസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ. ഈ ഒരു കോൺ വശമൊക്കെ കറക്റ്റ് നല്ല വൃത്തിയോടുകൂടി തന്നെ മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു ഭാഗം നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് കറക്റ്റ് കണ്ടോ, ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗവും നമ്മുടെ നെക്കിൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ കറക്റ്റ് വെച്ച് കൊടുക്കുന്നു. നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു ഡിസൈൻ തയ്ക്കുവാൻ വേണ്ടി ഒരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് തയ്ക്കുന്നത് നമ്മൾ അടുത്ത വീഡിയോകളിൽ നമ്മൾ കാണിച്ചു തരാം.
നമ്മൾ ഇവിടെ ഈ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു പീസിനെ ഇവിടെ സെൻട്രൽ ഭാഗത്ത് കറക്റ്റായി വെച്ച് കൊടുക്കുക. കേട്ടോ, നമ്മുടെ നെക്ക് തയ്ക്കുമ്പോൾ നമ്മുടെ നെക്കിൻ്റെ തുന്നത്തുണിയുടെ ഉള്ളിലേക്ക് ഈ ഒരു പീസിൻ്റെ മുകൾ ഭാഗം കവർ ചെയ്ത് പോകണം. അത് നിങ്ങൾക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ സൈഡിൽ കൂടി കറക്റ്റ് സെൻറ്ററിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ തയ്ക്കുന്നു. നമ്മൾ ഈ ഒരു തുണിയെയാണ് നമ്മളിത് കട്ട് ചെയ്ത് നമ്മളിത് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്, ഈ ഒരു ഡിസൈനിൽ തയ്ച്ചെടുത്തിരിക്കുന്നത്. നമ്മളിതുപോലെ നമ്മുടെ ആ ഒരു കോൺ വശമൊക്കെ നല്ല വൃത്തിയോടുകൂടി സൈഡ് വശത്തിൻ്റെ തുന്നത്തുണിയൊക്കെ സൈഡ് വശമൊക്കെ ഉള്ളിലേക്ക് കറക്റ്റ് ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, ഇവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇവിടെ കണ്ടോ, ഈ ഒരു ഡിസൈനൊക്കെ കണ്ടോ, ഈ ഒരു ഡിസൈനിൻ്റെ മുകൾ ഭാഗം ഞാൻ പറഞ്ഞുകൊണ്ട് ഇതുപോലെ കവർ ചെയ്ത് കിട്ടണം. ഇതുപോലെ വെക്കുമ്പോൾ നമുക്ക് ആ ഒരു പീസ് കവർ ചെയ്ത് കിട്ടണം. നമ്മളിവിടെ സെൻറ്റർ ഭാഗം കറക്റ്റ് വെച്ചൊരു മാർക്ക് ഇത് പിൻ ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ആ ഒരു പീസിൻ്റെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സെൻറ്റർ ഭാഗവും നമുക്ക് കറക്റ്റായി കിട്ടും. എന്നിട്ട് നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ ഇതുപോലെ സൈഡിൽ കൂടി കണ്ടോ, നമ്മളിത് ക്യാൻവാസിൻ്റെ മുകളിൽ സ്റ്റിച്ചിങ് ചെയ്യുന്നില്ല, സൈഡിൽ കൂടി ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടിയാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. നമ്മുടെ ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഇതുപോലെ കറക്റ്റ് നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ കറക്റ്റ് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഇനി ഇവിടെ നിന്ന് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മൾ അല്പം തുന്നത്തുണി മാത്രം വെച്ച് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നു. ഇവിടെയൊക്കെ നമ്മൾ ഇതുപോലെ ചെറിയൊരു കട്ടിങ് കൊടുക്കുന്നു. ഇനി നമ്മളിത് മറിച്ചിടുകയാണ്. നമ്മളിവിടെ ഈ ഒരു കോൺ വശത്തൊക്കെ നല്ല കറക്റ്റ് കട്ടിങ് കൊടുത്താൽ നമുക്കിവിടെ കണ്ടോ നല്ല വൃത്തിയോടുകൂടി തന്നെ നമുക്ക് നെക്ക് ഇതുപോലെ മറിഞ്ഞ് കിട്ടും. ഇനി നമ്മൾ ഇതിനെ നല്ല വശത്ത് നിന്ന് ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക. ഇതുപോലെ സൈഡിൽ കൂടി കണ്ടോ, ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുക്കുന്നു. അപ്പോൾ നമ്മളിത് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല വൃത്തിയോടുകൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ഉൾവശം കണ്ടോ, ഈ ഒരു ഭാഗം നമുക്ക് ഹെമ്മിങ് ചെയ്യുകയോ സ്റ്റിച്ചിങ് ചെയ്യുകയോ ചെയ്യാം. നമ്മളിത് കോട്ടൺ പീസ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് സ്റ്റിച്ച് ചെയ്യുകയാണ്. അതേസമയം നിങ്ങൾക്ക് മറ്റു രീതിയിലുള്ള പീസുകൾ, നമ്മുടെ പോളിസ്റ്റർ പീസുകളോ സമ്മർ കൂളോ പോലുള്ള പീസുകളൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ഹെമ്മിങ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക. സ്റ്റിച്ച് ചെയ്താൽ അത്ര ഫിനിഷിങ് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചുള്ള നമ്മുടെ ബാക്ക് പീസിൻ്റെ നല്ല വശം മുകളിൽ വെക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് വശത്തിൻ്റെ നല്ല വശവും ബാക്ക് വശത്തിൻ്റെ നല്ല വശവും, ഇത് നല്ല വശമാണ്, ബാക്ക് വശത്തിൻ്റെ നല്ല വശവും ഇതുപോലെ വെച്ച് കേട്ടോ, ഇത് നമ്മുടെ ഉൾവശം, നല്ല വശം. ഇനി ഇതുപോലെ വെച്ച് നമ്മൾ ഇവിടെ നിന്ന് കേട്ടോ, ഇവിടെ നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് സൈഡിൽ നിന്ന് നമ്മൾ റഗാളിൻ്റെ ഭാഗത്ത് കറക്റ്റ് വെച്ച് കൊടുത്താൽ നമ്മുടെ ഇവിടെ കേട്ടോ, നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു പീസിനെ ഇതിൻ്റെ മുകളിലേക്ക്, നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പീസിനെ ഇതിൻ്റെ മുകളിലേക്ക് കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇതുപോലെ വെച്ച് ആ ഒരു പീസിനെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് കേട്ടോ, ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു പീസിനെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് നമ്മളിത് സ്റ്റിച്ചിങ് ചെയ്യുക കേട്ടോ. മാർക്കിൽ കൂടി കറക്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം. നമ്മളെപ്പോഴും ഷോൾഡർ നമ്മൾ 2 സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മളിവിടെ ഒന്ന് ലോക്ക് ചെയ്യുകയാണ്, ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പീസിനെ കണ്ടോ, നമ്മൾ ആ ഒരു കവർ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ആ ഒരു പീസിനെ ഇതുപോലെ മറിച്ചിടുന്നു. അപ്പോൾ നമുക്ക് കണ്ടോ, ഇതിൻ്റെ ഉൾവശം കണ്ടോ നല്ല വൃത്തിയോടുകൂടി അവിടെ നിൽക്കും. അപ്പോൾ നമുക്ക് അവിടെയുള്ള തുന്നത്തുണിയൊന്നും പുറത്തേക്ക് വരാതെ, നമ്മുടെ നെക്കിൻ്റെ സൈഡിൽ കൂടി പുറത്തേക്ക് വരാതെ നല്ല വൃത്തിയോടുകൂടി കവർ ചെയ്ത് നിൽക്കും. നമുക്ക് ഈ ഒരു സൈഡ് ഉണ്ട്, ഇത് നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാം. നമ്മൾ ബാക്ക് പീസ് ഹെമ്മിങ് ചെയ്യുകയാണ് ചെയ്യുക. നമ്മൾ ഇതുപോലെ സ്ലീവിൻ്റെ ഭാഗത്ത് നമ്മൾ മാർക്കിങ് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ സ്ലീവിൻ്റെ രണ്ടാമത്തെ സ്ലീവിലും കറക്റ്റ് മാർക്കിംഗ് കിട്ടുവാൻ വേണ്ടി ഇതുപോലെ ഈ ഒരു മാർക്കിങ്ങിനെ ഇതുപോലെ വെച്ച്
നമ്മുടെ രണ്ടാമത്തെ സ്ലീവിൻ്റെയും ഉൾവശത്തേക്ക് ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് ഒന്ന് തട്ടിക്കൊടുത്താൽ, ഇതുപോലൊന്നും ചെയ്തു കൊടുത്താൽ ഈ ഒരു ഭാഗമൊക്കെ കറക്റ്റ് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതുപോലെ വെച്ച് ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ സ്ലീവിനും നമുക്ക് അതേ അളവിൽ നേരത്തെ പോലെ തന്നെ മാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഗുണം നമ്മൾ സ്റ്റിച്ചിങ് സമയത്ത് തന്നെ നമ്മൾ കാണിച്ചു തരാം. ഇതുപോലെ മാർക്ക് ചെയ്താൽ കണ്ടോ. ഇനി നമ്മൾ സ്ലീവിൻ്റെ താഴ്വശം നമ്മൾ എത്രയാണോ നമ്മൾ തുന്നത്തുണി കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് നമുക്കിതുപോലെ മടക്കി തയ്ക്കാം. കണ്ടോ, നമ്മൾ 2 സ്ലീവ് നമ്മൾ ഇതുപോലെ മടക്കി തയ്ച്ചിട്ടുണ്ട്. നമ്മുടെ സ്ലീവിൻ്റെ നമ്മുടെ ഫ്രണ്ട് വശം ഇതുപോലെ വെച്ച് നമ്മൾ ടോപ്പിൻ്റെ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് വശം, സ്ലീവിൻ്റെ ഫ്രണ്ട് വശവും നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് വശവും ഒരേ സൈഡിലേക്ക് വെച്ച് കൊടുത്ത് നമ്മൾ ഇവിടെ സെൻറ്ററിൽ നിന്ന് കണ്ടോ നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്ററും അതുപോലെ തന്നെ കൈയുടെ സ്ലീവിൻ്റെ സെൻറ്ററും കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, ഇപ്പോൾ നമ്മളെ മാർക്കിംഗ് കണ്ടോ, നമ്മുടെ തോൾ വശത്തുള്ള മാർക്കിങ്ങും കൈയുടെ മാർക്കിങ്ങും നമ്മുടെ ആം ഹോളിൻ്റെ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ മാർക്കിങ്ങും നമുക്ക് കറക്റ്റായി കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മളിത് കറക്റ്റ് എങ്ങനെയാണ് മാർക്ക് ചെയ്ത് നമ്മുടെ കട്ടിങ് വീഡിയോയിൽ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മളിത് കറക്റ്റ് മാർക്ക് ചെയ്ത് എടുത്തിരിക്കുന്നതെന്നൊക്കെ. ഇനി അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡ് കണ്ടോ സ്ലീവിൻ്റെ, അപ്പോൾ നമ്മളിത് ഫ്രണ്ട് വശമാണ്. അപ്പോൾ ഫ്രണ്ട് ഭാഗവും നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗമൊക്കെ കണ്ടോ നമ്മുടെ ഈ ഒരു മാർക്കിങ്ങിനനുസരിച്ച് കറക്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആം ഹോളിൻ്റെ മുകളിൽ കൂടി നമ്മൾ ഒരു സ്റ്റിച്ച് കൂടി നമ്മുടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നമ്മുടെ 2 സ്റ്റിച്ച് അത് നമ്മൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ രണ്ടാമത്തെ സൈഡ് കേട്ടോ, നമ്മൾ നേരത്തെ നമ്മുടെ ബാക്ക് സൈഡിലേക്കാണ് സ്റ്റിച്ചിങ് തുടങ്ങിയത് ആദ്യത്തെ സ്ലീവിൽ. എന്നാൽ നമ്മുടെ രണ്ടാമത്തെ സ്ലീവിൽ നമ്മുടെ ഫ്രണ്ട് സൈഡിലേക്കാണ് സ്റ്റിച്ചിങ് വരിക. ഇങ്ങനെ മാത്രമേ കറക്റ്റായി വരികയുള്ളൂ. നമ്മൾ രണ്ടാമത്തെ സൈഡിലേക്ക് ഇതുപോലെ വെച്ച് നമ്മുടെ ബാക്ക് ഭാഗത്തേക്ക് നമ്മൾ കറക്റ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, നമ്മൾ ആ ഒരു മാർക്കിങ്ങിൽ തന്നെ കറക്റ്റായിട്ട് കിട്ടുന്നത് കണ്ടോ. നമ്മുടെ കട്ടിംഗ് ഒക്കെ ഇതുപോലെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. ഇനി നമ്മൾ ഈ ഒരു സൈഡ് നമ്മളൊന്ന് ഓവർലോക്ക് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മളിത് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്ലീവിനെ നമ്മൾ ഇതുപോലെ പിടിച്ച് നമ്മൾ കണ്ടോ ഇവിടെ ഈ ഒരു മാർക്കിംഗ് ഒക്കെ കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. നമുക്ക് സ്ലീവിൻ്റെ മാർക്കിങ്ങും ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കണ്ടോ നമ്മുടെ തോൾ വശത്തൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നത് കണ്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു മാർക്കിംഗ് കണ്ടോ, നമ്മുടെ ബോഡി മാർക്കിങ്ങും സ്ലീവിൻ്റെ മാർക്കിംഗ് കണ്ടോ കറക്റ്റായിട്ട് ടച്ച് ചെയ്ത് വരുന്നത് ഇതുപോലെ കറക്റ്റ് കിട്ടും. അതിനുശേഷം നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ നമ്മുടെ ആ ഒരു ബോഡി ഷേപ്പിനനുസരിച്ച് നമ്മുടെ ഈ ഒരു സ്ലിറ്റ് ഭാഗം കണ്ടോ നമ്മുടെ ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗം വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമ്മുടെ അതുപോലത്തെ നമ്മുടെ രണ്ടാമത്തെ സൈഡ് നമ്മുടെ ഇവിടെ ആദ്യത്തെ സൈഡ് നമ്മൾ സ്ലീവിൽ നിന്ന് നമ്മുടെ ടോപ്പിൻ്റെ ഭാഗത്തേക്കാണ് ചെയ്തത്. എന്നാൽ നമ്മളിത് നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടോ നമ്മുടെ സ്ലീവിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ഒരു സൈഡും കണ്ടോ നമ്മുടെ ആ ഒരു മാർക്കിംഗ് ചെയ്തതുകൊണ്ട് നമ്മുടെ 2 സൈഡിലേക്കുമുള്ള മാർക്കിംഗ് ചെയ്തതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡും നമുക്ക് ചെക്ക് ചെയ്യാതെ തന്നെ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു സ്റ്റിച്ച് കൂടി എക്സ്ട്രാ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ആദ്യത്തെ സ്റ്റിച്ചിങ്ങിൻ്റെ മുകളിൽ നിന്ന് തന്നെ തുടങ്ങുക. ഇവിടെയൊക്കെ നമുക്കൊരു പ്രഷർ വുഡിൻ്റെ വീതിയിലേക്ക് സ്റ്റിച്ചിനെ മാറ്റി സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് സൈഡ് ഓവർലോക്ക് ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ലെങ്കിൽ നമുക്കിതുപോലെ ചെറിയ കട്ടിങ് കൊടുത്താലും മതി. ഇനി നമ്മുടെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കി കണ്ടോ ഇതുപോലെ കറക്റ്റ് വീതിയിൽ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ മടക്കി ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുന്നു. കണ്ടോ, ഇത് നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗം ഇവിടെ കണ്ടു. ഇത് നമ്മുടെ 2 വശത്തേക്ക് നല്ലവണ്ണം പതിച്ച് വെച്ച് ഒരേ വീതിയിൽ ഇതുപോലെ മടക്കി ഇതുപോലെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇനി നമ്മൾ രണ്ടാമത്തെ സൈഡും അതേപോലെ തന്നെ മടക്കി വെച്ച് കറക്റ്റ് നമ്മുടെ ആദ്യത്തെ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന അതേ വീതിയിൽ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡിൽ നിന്നും താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുന്നു. കണ്ടോ, ഇതുപോലെ മടക്കി കൊടുത്ത് നമുക്ക് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ രണ്ടാമത്തെ സൈഡും നമ്മൾ ആദ്യത്തെ സൈഡ് ചെയ്തതുപോലെ തന്നെ
നമ്മുടെ രണ്ടാമത്തെ സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നു. നമ്മുടെ രണ്ടാമത്തെ സൈഡിൻ്റെ ബോട്ടം ഭാഗം കണ്ടോ, നമ്മളിത് ബാക്ക് വശത്ത് തുടങ്ങി നമ്മുടെ ഫ്രണ്ട് വശത്താണ് എത്തിയത്. നമ്മൾ എത്രയാണോ നമ്മുടെ നമ്മുടെ ബോട്ടം ഭാഗം നമ്മൾ മടക്കി തയ്ക്കാൻ നമ്മൾ തുന്നി കൊടുത്തത് അതിനനുസരിച്ച് മടക്കി ഇതുപോലെ തയ്ക്കുക കണ്ടോ. ഈ ഒരു സൈഡ് നമ്മുടെ ഫ്രണ്ട് വശമാണ്, ഫ്രണ്ട് വശത്തിൻ്റെ ബോട്ടം ഭാഗം ഇതുപോലെ തയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതുപോലെ നമ്മുടെ ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം കണ്ടോ നമ്മൾ കറക്റ്റ് ഇതുപോലെ വെച്ചാൽ നമുക്ക് ബാക്ക് പീസിൽ കറക്റ്റ് മാർക്ക് ചെയ്ത് കിട്ടും കണ്ടോ. ഇതുപോലെ മാർക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ നമ്മുടെ സ്ലിറ്റിൻ്റെ കണ്ടോ ഈ ഒരു സൈഡ് നമ്മൾ ഏറിയും കുറഞ്ഞും നിൽക്കില്ല. കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് കറക്റ്റ് കിട്ടും കണ്ടോ. ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇതുപോലെ വെച്ച് നമ്മുടെ ആ ഒരു മാർക്കിനനുസരിച്ച് ബാക്ക് പീസിനെയും ഇതുപോലെ ഫോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ. എല്ലാ സ്ഥലത്തും നമുക്ക് കറക്റ്റ് അളവിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു അനുസരിച്ച് നമ്മൾ ഇതുപോലെ തന്നെ മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൂടി കൊടുക്കാം. ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൂടി കൊടുക്കാം. കാരണം നമ്മുടെ സ്റ്റിച്ചിൻ്റെ ഭാഗത്തൊക്കെ ഒരു സ്റ്റിച്ച് കൂടി നമുക്ക് കൊടുക്കാം. അത് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങുന്നു. അത് നിങ്ങൾ ഏത് സൈഡിൽ നിന്ന് തുടങ്ങിയാലും പ്രശ്നമില്ല. നമ്മൾ റൗണ്ടിൽ എല്ലാ ഭാഗത്തും ഒറ്റ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ടോപ്പ് ഈ ഒരു ടോപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അളവ് വെച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ അളവ് ചുരിദാർ നമ്മൾ ഇതാണ്. അപ്പോൾ നമ്മുടെ ആം ഹോൾ റൗണ്ട് നമുക്ക് കണ്ടോ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, ആം ഹോൾ റൗണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ബോഡി അളവിൻ്റെ ഭാഗമാണ്. ബോഡി നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ച് തന്നെ നമ്മൾ ആ ഒരു കട്ടിങ്ങിന് ഉപയോഗിച്ച ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആം ഹോളും നമ്മുടെ സ്ലീവിൻ്റെ ലൂസുകളും നമുക്ക് കറക്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത് കണ്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ അത് മനസ്സിലാകും എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.